ആറന്മുളയിലെ ആ മുത്തശ്ശി ചിലപ്പോൾ ഒഴുക്കിൽപ്പെട്ട് കാണാതാകാൻ സാധ്യതയുണ്ട്. അമ്മാതിരി പണിയാണ് കോൺഗ്രസുകാർക്ക് കൊടുത്തിരിക്കുന്നത്. പ്രളയ ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം അവർ നടത്തിയ ഒരു പ്രതികരണം, അതായത് അപ്രതീക്ഷിതമായി ഏഷ്യാനെറ്റ് ആറന്മുളയിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ വരുന്നു. അങ്ങനെയാണ് കേരളത്തിൽ കഴിഞ്ഞ 2 ദിവസമായി വൈറലായ മുത്തശ്ശിയുടെ സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് വരുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിനെ സംബന്ധിച്ച് അവർ അടിച്ച ആ ഡയലോഗ് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗം സൃഷ്ടിച്ചു. കോൺഗ്രസുകാരെ ഒന്നടങ്കം പൊളിച്ചു. ഇതായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ്. ഈ ക്യാമ്പുകളിൽ നിങ്ങൾ എത്തി വളരെ പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നതാണ്. സൗകര്യങ്ങളൊക്കെ ഇവിടെ ക്യാമ്പിലൂടെ വെളിച്ചം പോലും ഇല്ല. വെളിച്ചവും ഇല്ല, യാതൊന്നുമില്ല. ഞങ്ങൾ ആകെപ്പാടെ അനാഥയായിട്ട് നടക്കും. ഒരു ഗുളിയൊക്കെ എത്ര നേരം നിന്നത് ഏതാണ്ട് ഈ ഒരു ഗുളിയാ തന്നത്. ക്യാമ്പിലേക്ക് നിങ്ങളെ മാറ്റുന്നല്ലാതെ സൗകര്യങ്ങളൊന്നും എന്തോ സൗകര്യങ്ങളാണ്, എന്തോ എന്തിനാ ഇത് എന്തോനായി ഗവൺമെന്റ് ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവര് കയറി പോന്നു. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ, ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ, ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ. കണ്ടല്ലോ, ഈ അമ്മച്ചിയാണ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മകൾ കോൺഗ്രസ് ഓഫീസിലെ ജോലിക്കാരി ആയതുകൊണ്ട് വൈകുന്നേരം എന്നെ കൊണ്ട് ബിജിലിമോൻ പറയിപ്പിച്ച നുണയാണെന്നുള്ളതിലേക്ക് CPM നേതാവിന്റെ പേരിൽ ചാരി ആ അമ്മച്ചിയെ കൊണ്ട് ഇവർ പുതിയ ഒരു പ്രതികരണം നടത്തിച്ചത്. രാവിലെ എന്തൊക്കെയോ പരാതി, അമ്മയ്ക്ക് എന്തൊക്കെയോ വിഷമമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു? എന്റെ മോനെ എനിക്കൊന്നും അറിയത്തില്ല. എന്റെ അടുത്ത് നിന്ന് ബിജിലിമോൻ പറഞ്ഞു ഇന്നതുപോലൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളു കാര്യം, അല്ലാതെ ഒരു കാര്യവും ഇല്ല. കണ്ടല്ലോ, ഇത് ആറന്മുളയിൽ മാങ്ങാണ്ടിയുടെ സ്ക്രിപ്റ്റിൽ കോൺഗ്രസുകാർ നടപ്പാക്കുകയും അതിനുശേഷം 2 കൈയിലും വാച്ചും കെട്ടി വന്നിരുന്ന മാങ്ങാണ്ടി ഇത് വെച്ച് വലിയ ന്യായീകരണം അടിച്ചിറക്കി. ഒപ്പം തന്നെ ഇന്നത്തെ പകൽ വാർത്താ സമ്മേളനത്തിൽ മേനോനും പിന്നാലെ രാത്രി അന്തിച്ചർച്ചയിൽ പെൺ സതീശനും അതേ കാര്യം ആവർത്തിച്ചു. ഒരു ക്യാമ്പിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായില്ല. ആറന്മുളയിൽ ഉണ്ടായത് ഒരു പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ ഒരു സ്ത്രീയെ പ്രേരിപ്പിച്ച് അവിടെ മീഡിയ കൊണ്ട് പറയിപ്പിക്കുകയാണ്. പിന്നീട് ആ സ്ത്രീ വന്ന് കറക്റ്റ് പറഞ്ഞു. ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ അത് അറിയില്ല. അവര് പറഞ്ഞല്ലോ, അവര് വന്ന് രണ്ടാമത് പറഞ്ഞല്ലോ. അങ്ങേക്ക് ബിജിലിമോനെ അറിയാമോ? അല്ല, ബിജിലിമോനെ അറിയാമോ? ബിജിലിമോൻ എന്ന ഒരു സഖാവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഒരു പരാതി ഉന്നയിച്ചെന്നൊരു വൃദ്ധയായ അമ്മ പറയുന്നത് നമ്മൾ കേട്ടല്ലോ. അപ്പോൾ ആദ്യം രാവിലെ നടത്തിയ പ്രതികരണം നമ്മൾ കണ്ടു, വൈകുന്നേരം ആകുമ്പോഴേക്കും അവരുടെ പ്രതികരണം മാറുന്നതായി കണ്ടു. അപ്പോൾ ഇതിനെ രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗിക്കുന്നു, ഹീനമായ തന്ത്രം എന്ന രൂപത്തിൽ കോൺഗ്രസ് പറയുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ഇതിനായിരിക്കാം. ഇതിൽ അങ്ങേക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അങ്ങേക്ക് ഇത് വിശദീകരിക്കാം. അങ്ങ് ഈ 7 മണി ചർച്ച ഉച്ചയ്ക്ക് മുമ്പായിരുന്നുവെങ്കിൽ താങ്കൾ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് വിചാരിച്ചേനെ. പക്ഷെ അതേ മുത്തശ്ശി തന്നെ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്, എന്റെ മോള് ഇതേ പഞ്ചായത്തിലാണ് ജോലി, ആ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് മോള് പറഞ്ഞു ഒരക്ഷരം മിണ്ടരുതെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല, എന്നാലും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ അമ്മ തന്നെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. കേട്ടല്ലോ അരുൺകുമാർ കൊടുത്ത മറുപടി. അതായത് ഇന്ന് ഉച്ചയ്ക്കായിരുന്നെങ്കിൽ ഈ നാടകം ഓടിയനെ. പക്ഷെ എന്ത് ചെയ്യാൻ, മീഡിയ വണ്ണിന്റെ രൂപത്തിൽ ആ അമ്മച്ചി വീണ്ടും ഈ നാടിന്റെ മുന്നിലേക്ക് വന്നു. തലേ ദിവസം മാറ്റി പറഞ്ഞതിനെ കുറിച്ച് അവർ വിശദമായിട്ട് ഈ സമൂഹത്തിനോട് സത്യം പറഞ്ഞു. കാര്യം ഉള്ളിലുള്ള കാര്യമാണ്. കള്ളം പറഞ്ഞിട്ട് ഉറക്കം വന്നില്ല. അങ്ങനെ മോളുടെ ജോലിയൊന്നും നോക്കിയില്ല, ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ തന്നെ വീണ്ടും ആവർത്തിച്ചു. ഇതെല്ലാം ഞങ്ങളുടെ അയൽവക്കക്കാരും വേണ്ടപ്പെട്ടവരും ഒക്കെ നമുക്കൊന്നും. എന്റെ മോക്കും പഞ്ചായത്ത് ജോലിയുണ്ട്. അപ്പൊ എനിക്ക് അവരോടൊന്നും സംസാരിക്കാനൊക്കെ ഇത് തന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവൾ എന്നെ കൊല്ലും. അതാ ഞാൻ അവരോട് പറഞ്ഞത് വേണ്ട പറയണ്ട എന്ന് പറഞ്ഞ്. അരി അവളെ ഇപ്പോഴും എന്നെ വിളിച്ചിട്ട് പറഞ്ഞ അക്ഷരം മിണ്ടരുതെന്ന്. ഞാൻ പറയുന്നവർക്ക് അറിയാം, അറിയുമെന്നൊക്കെ അറിയാം. അതുകൊണ്ട് അവള് എന്നെ എപ്പോഴും ഇത് വെള്ളം കയറിയപ്പോ അമ്മച്ചി ഇവിടായിരുന്നോ? പിന്നെ 14 ദിവസം എന്താ വായിരുന്നു മോനെ, ഓണം പോലെയായിരുന്നു. ലാസ്റ്റ് പോകാൻ നേരത്തുണ്ടല്ലോ ചാക്ക് കണക്കിന് ആ സാധനം ഇവിടെ കിടന്നത് ഓരോ മനുഷ്യർക്ക് വാരി കൊടുത്ത ഇഷ്ടം പോലെ പെണ്ണുങ്ങളെല്ലാം കൂടെ ഇവിടെ ഇട്ടായിരുന്നു. അല്ല, സ്പോൺസർ ചെയ്ത് ഓരോരുത്തർ കൊണ്ടുവരുമായിരുന്നു. ഇത്രയും സത്യം പറഞ്ഞ സ്വാഭാവികമായിട്ടും ആറന്മുളയിൽ വെള്ളം പൊങ്ങി നിൽക്കുമ്പോൾ ആ അമ്മച്ചി ഒഴുക്കിപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒഴുക്കിപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തുടക്കത്തിലെ പറഞ്ഞത് വരും ദിവസങ്ങളിൽ ആ അമ്മച്ചിയെ കെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ദുരിതാശ്വാസ ക്യാമ്പിലെ ഇവരുടെ തട്ടിപ്പുകളെ കുറിച്ച് അവർ മാധ്യമങ്ങളോട് സത്യം പറയുമെന്ന് ഉറപ്പായപ്പോ ഇനി എന്താണ്? ഇപ്പോ എന്തായാലും പ്രളയമാണ്, ഒഴുക്കുണ്ട്. അമ്മച്ചിയെ പതിയെ ഒഴുക്കിലങ്ങ് തള്ളിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സേഫ് ആണല്ലോ, പ്രളയത്തിന്റെ പേര് പറഞ്ഞ് രക്ഷപ്പെടാമല്ലോ. അതുകൊണ്ട് ഒരു കാര്യം പറയുകയാണ്,
ഈ സത്യം നാട്ടുകാരോട് തുറന്നു പറഞ്ഞതിന് ഒരു പാവപ്പെട്ട CPM-കാരന്റെ തലയിൽ വെച്ച് അദ്ദേഹമാണ് ഇത് ചെയ്യിപ്പിച്ചതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കോൺഗ്രസ് കളിച്ച നാറിയ കളിയെ ഏറ്റവും ഒടുവിൽ ആ അമ്മച്ചി തന്നെ അവസാനം പൊളിച്ചടുക്കി കൈ കൊടുക്കുമ്പോൾ കോൺഗ്രസുകാർ വിവസ്ത്രരായി നിൽക്കുകയാണ്. എന്നിട്ടും പലരും ബിജിലിമോനെ കണ്ടില്ലേ എന്നുള്ള ആ താരാട്ടുപാട്ട് ഏറ്റുപാടിക്കൊണ്ട് നടക്കുകയാണ്.